നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ CPM ഗുണ്ടകൾ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. 25 പേരെ ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനത്തെ അറസ്റ്റ് ഉണ്ടായത് ഞായറാഴ്ചയാണ്. അതിനുശേഷം യാതൊരു അറസ്റ്റും ഉണ്ടായിട്ടില്ല. കണ്ടാലറിയാവുന്നവർ ഉൾപ്പെടെ 300ഓളം പേരാണ് ഈ കേസിലെ പ്രതികളെന്നാണ് പോലീസ് പറയുന്നത്. പുറത്തു വരുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ സംഭവം നടന്നതിനു ശേഷം പോലീസ് പാളയത്തെ CPM ഓഫീസിന് മുന്നിൽ ചെന്ന് പ്രതികൾക്ക് വേണ്ടി യാചിച്ച ദൃശ്യവും നമ്മൾ കണ്ടതാണ്. പിന്നീട് മുൻ കൗൺസിലറായ IP ബിനു, ഈ IP ബിനു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടാണ്, അതായത് ഞാൻ കീഴടങ്ങാൻ പോവുകയാണ് എന്ന് പോസ്റ്റ് ചെയ്തിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പോലീസ് പറയുന്നത് അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ആറ്റുകാൽ ഉണ്ണി, ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ പലരും പറയുന്നത് ഇവരൊക്കെ കീഴടങ്ങുകയാണ് എന്നാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത്. എന്തായാലും 25 പേർ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായവർക്കെതിരെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു, വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം എന്ന് കിട്ടുമെന്നുള്ള കാര്യമൊക്കെ ഇനി കണ്ടറിയണം. പിന്നീട് നടന്ന അറസ്റ്റ്, അതായത് 26ാമത്തെ അറസ്റ്റ് നടന്നത് ഞായറാഴ്ചയാണ്. SFIയുടെ ജില്ലാ പ്രസിഡന്റിനെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, കേരള സമൂഹത്തിൽ ഉയരുന്നൊരു ചോദ്യം, CPMന്റെ സഹകരണത്തോടു കൂടിയുള്ള ഒരു അന്വേഷണമാണോ കേരള പോലീസ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നാണ്. അതിന് കാരണമുണ്ട്. കാരണം ഞായറാഴ്ച അറസ്റ്റ് ചെയ്ത SFIയുടെ ജില്ലാ പ്രസിഡന്റിനെതിരെ ചുമത്തിയത് പോലീസിനെ ആക്രമിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായിട്ടുള്ള കുറ്റകൃത്യം അയാളുടെ മേൽ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് CPMുമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലൊരു വകുപ്പ് ചുമത്തിയത് എന്നാണ് പൊതുവെയുള്ള ഒരു ആരോപണം. അതിനെ ആരോപണമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുമ്പ് അറസ്റ്റിലായി റിമാൻഡിലായ 25 പേരും ചെയ്ത അതേ കുറ്റകൃത്യം തന്നെയാണ് ഈ SFIയുടെ ജില്ലാ പ്രസിഡന്റും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ എന്തുകൊണ്ട് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ളൊരു കുറ്റകൃത്യം ചുമത്തിയില്ല? ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന കുറ്റകൃത്യം ചുമത്തിയാൽ അയാൾക്കെതിരെ ഉള്ള നടപടികൾ ഗുരുതരമാകും. അതിൽ നിന്ന് അയാളെ രക്ഷിക്കാനാണ് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിച്ചു എന്നുള്ള ഒരു വകുപ്പ് ചുമത്തിയത് എന്ന് ഉള്ള ആരോപണവുമുണ്ട്. പോലീസിന്റെ വിശദീകരണം അക്രമവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ്. ഇതിനിടെ SFIയും DYFIയും ഒക്കെ പോലീസിന് മുന്നറിയിപ്പ് നൽകി, സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. നിരപരാധികളെ പിടികൂടിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിരിക്കും എന്നാണ് അവരൊക്കെ മുന്നറിയിപ്പ് നൽകിയത്. അതിൽ ഭയന്നിട്ടാണോ പോലീസും സർക്കാരും ഒക്കെ ഇത്തരത്തിലൊരു മൃദു സമീപനം CPM ഗുണ്ടകളോട് കാണിക്കുന്നത് എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത്. ആ ചോദ്യം തീർത്തും ന്യായവുമാണ്. കാരണം ഇതാരും പറഞ്ഞു കേട്ടിട്ടല്ല ഈ കേസിൽ വകുപ്പുകൾ ചുമത്തുന്നത്, അല്ലെങ്കിൽ പ്രതികളെ തിരിച്ചറിയുന്നത്. ദൃശ്യങ്ങൾ, പകൽ പോലെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആരൊക്കെയാണ് വാഹനം ആക്രമിച്ചത്, ആരൊക്കെയാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്നുള്ളതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ന്യായമല്ല. എന്ന് മാത്രമല്ല 300ഓളം പ്രതികൾ ഉള്ളപ്പോൾ അവരിൽ 26 പേരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ തണുപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ പോലീസും സർക്കാരും നടത്തുന്നത് എന്നും ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം CPMുമായി സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ കൂട്ടുകെട്ടോ അവിശുദ്ധ ബന്ധമോ ഉണ്ടോ എന്നുള്ള ഒരു സംശയം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഈ CPM ക്രിമിനലുകളെ രക്ഷിക്കാനുള്ള ഒരു നടപടിയെന്നും സംശയിക്കുന്നുണ്ട്. അവിടെ 100 കണക്കിന് പ്രവർത്തകരാണ് തടിച്ചുകൂടി അക്രമം കാണിച്ചത്. അവരെയൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. അവരിൽ 26 പേരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാനും തണുപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിനുശേഷം ഇനിയും വിഷയങ്ങൾ ഓരോന്നുണ്ടാകുമ്പോൾ മാധ്യമങ്ങളൊക്കെ ആ വിഷയങ്ങളുടെ പുറകെ പോകും. അപ്പോൾ ഈ വിഷയം അപ്രസക്തമാകും. അങ്ങനെ വരുമ്പോൾ ഈ പല പ്രതികളും രക്ഷപ്പെടും എന്നുള്ളൊരു ആശങ്ക കൂടി പൊതുസമൂഹത്തിനുണ്ട്. എന്തായാലും ജനങ്ങളെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചാൽ. കാരണം ദൃശ്യങ്ങളടക്കമുണ്ടായിട്ടും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുന്നത് അത് UDFുമായിട്ടുള്ള ഒരു CPMന്റെ രഹസ്യ ധാരണ കൊണ്ടാണോ, അതോ DYFIയുടെയും SFIയുടെയും ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ എന്നാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നൊരു ചോദ്യം. അത്തരം ചോദ്യം ഉയർത്തുന്നവരെ അല്ലെങ്കിൽ സംശയം ഉയർത്തുന്നവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല.